സനോജ്, നമ്മൾ ഈ തിരുവനന്തപുരത്ത് നിന്നൊക്കെ നോക്കുമ്പോഴേ കണ്ണൂർ എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയുടെ കോട്ടയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ അത് കോർപ്പറേഷൻ അറിയാമല്ലോ, കഴിഞ്ഞ തവണയൊക്കെ കോൺഗ്രസിന്റെ ആധിപത്യമാണ്. അത് നിങ്ങൾക്ക് പിടിക്കാൻ സാധിക്കുമോ? 5-1 എന്നുള്ളത് 6. ഒരു സംശയവുമില്ല, ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ഇവരുടെ കോട്ടയാണെങ്കിൽ അത് പൊളിച്ചിരിക്കും. കണ്ണൂർ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഞങ്ങളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇത്തവണ വോട്ടർമാരെ സമീപിക്കുമ്പോൾ, അത് ഏത് വിഭാഗം ജനങ്ങളെ സമീപിക്കുമ്പോഴും ഞങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയും. വെറും വാഗ്ദാനങ്ങളല്ല, ഞങ്ങൾ ഇന്നേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയലല്ല, ഇതാ ചെയ്ത കാര്യങ്ങൾ എന്ന് തൊട്ട് കാണിക്കാൻ വേണ്ടി കഴിയും. അത് നാട്ടിലെ സ്കൂളുകൾ കാണിക്കാൻ വേണ്ടി കഴിയും, നാട്ടിലെ പാലം കാണിക്കാൻ വേണ്ടി കഴിയും, റോഡ് കാണിക്കാൻ വേണ്ടി കഴിയും, ആശുപത്രി കാണിക്കാൻ വേണ്ടി കഴിയും, സ്റ്റേഡിയം കാണിക്കാൻ വേണ്ടി കഴിയും എന്ന് വേണ്ട അവരുടെ ക്ഷേമ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2500 കിട്ടുന്നു, അല്ലെങ്കിൽ 1000 രൂപ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നു, അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായി തൊട്ട് കാണിക്കാൻ വേണ്ടി നിങ്ങൾ 4 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഇതുണ്ടായിരുന്നില്ലേ? ഇതുപോലെ തൊട്ട് കാണിക്കാനുള്ള വികസനം ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ തവണ? ഉണ്ടായല്ലോ. പക്ഷേ കണ്ണൂർ കോൺഗ്രസ് ആണ് കൊണ്ടുവരുന്നത്. അതാ പറഞ്ഞത്, പൊളിയാത്ത കോട്ടകൾ ഇല്ല. അതുകൊണ്ട് കണ്ണൂർ നേരത്തെ ജനങ്ങൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റ് തിരുത്തുന്ന അനുഭവമായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ.